എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുമായിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇപ്പോൾ മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പപ്പടമൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാ ഇതേപോലെ പൊട്ടിച്ചിട്ടുള്ള പപ്പടമാണെങ്കിൽ നമ്മളത് എടുത്ത് വെക്കുന്ന ബോക്സിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം ഇരുന്നാലും പപ്പടം ഒട്ടും തന്നെ കേടാവില്ല, നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. അടുത്തത് നമ്മൾ ഓംലെറ്റിൽ ഇടാനോ അതല്ലെങ്കിൽ ഉള്ളി കാച്ചാനോ ഒക്കെ ആയിട്ട് ഉള്ളി അരിയേണ്ട മടിക്ക് സവോള അരിഞ്ഞെടുക്കാറില്ലേ. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് സവോള എങ്ങനെ അരിഞ്ഞെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് കട്ടിംഗ് ബോർഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു പീലർ ഉണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി നോക്കൂ. നല്ല നൈസായിട്ട് നമുക്ക് സവോള അരിഞ്ഞ് കിട്ടും. കട്ടിംഗ് ബോർഡ് എടുക്കാതെ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. എന്നെ പോലെ കാച്ചുന്ന സമയത്ത് ഉള്ളി അരിയേണ്ട മടിക്ക് സവോള അരിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം. എന്തെങ്കിലുമൊക്കെ അരിയാനായിട്ട് എടുക്കുന്ന നേരത്തായിരിക്കും നമുക്ക് തോന്നുക കത്തിക്ക് കുറച്ചുകൂടെ മൂർച്ച വേണമെന്ന്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്നൊന്ന് മൂർച്ചയാക്കി എടുക്കാനുള്ള ടിപ്പാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പയാണ്. അപ്പോൾ ഒരുപാട് പഴക്കമില്ലാത്ത അരിപ്പയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ടിപ്പ് വർക്കാവുള്ളൂ. അപ്പോൾ ഒരുപാട് പഴയതാണെങ്കിൽ വല്ലാത്ത മിനുസായിരിക്കും അതിൻ്റെ ബാക്ക് സൈഡ്, അപ്പോൾ നമുക്കിത് വർക്കാവില്ല. ഞാനിപ്പോൾ ഇതേ അത്ര പുതിയതൊന്നുമല്ല, എന്നാലും വല്ലാണ്ട് പഴകിയിട്ടില്ല കേട്ടോ ഈ ഒരു അരിപ്പ. അപ്പോൾ ഇതൊന്ന് കമഴ്ത്തി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കത്തിയുടെ മൂർച്ച പെട്ടെന്ന് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇതുപോലത്തെ ചെറിയ അരിപ്പന്നെ വേണമെന്നില്ല, തേങ്ങാപ്പാലൊക്കെ നമ്മൾ അരിച്ചെടുക്കുന്ന ആ ഒരു കുറച്ചും കൂടെ വലിപ്പമുള്ള അരിപ്പുണ്ടല്ലോ സ്റ്റീലിൻ്റെ, അതായാലും മതി. ഇനി അടുത്ത ടിപ്പ്, ജീരകമൊക്കെ നമ്മൾ കറികളിൽ ചേർക്കാനായിട്ട് കഴുകിയെടുക്കാറുണ്ട്. അപ്പോൾ ഒട്ടുമിക്കവാറും പേര് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ജീരകം കഴുകിയെടുക്കുക. അങ്ങനെ കഴുകുന്ന സമയത്ത് കുറച്ച് ജീരകങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് അതിൽ ജീരകം ഇട്ട് കൊടുത്തിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാനും പറ്റും, ഒരു മണി പോലും പുറത്ത് പോവുകയുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യാറുള്ളവർ താഴെ കമൻറ്റ് ചെയ്യൂ, ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഈച്ചകളുടെ ശല്യമൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് പുൽത്തൈലം സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ ആ ശല്യം നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. കുറച്ച് വെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ പുൽത്തൈലം മിക്സ് ആക്കിയിട്ട് ഒരു തുണി മുക്കി പിഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഈ പൊടിയിച്ച പോലത്തെ കുഞ്ഞു കുഞ്ഞ് പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വയ്ക്കുമ്പോഴേക്കും വന്നിരിക്കുന്ന ആ ഒരു പ്രാണികളുണ്ടല്ലോ, ആ ഒരു ഈച്ചകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്തത്, മഴക്കാലത്ത് ഉള്ളിയൊക്കെ പെട്ടെന്ന് മുളച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഉള്ളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലെയിമിന് ചുറ്റായിട്ട് ഇതുപോലൊന്ന് ഉള്ളി വെച്ച് കൊടുക്കുക. ആ ഒരു ഉള്ളിയുടെ കടഭാഗം നമ്മൾ ആ ഒരു ചൂട് തട്ടുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ആ ഒരു ചൂട് കൊള്ളുന്ന സമയത്ത് ഉള്ളി ഒട്ടും തന്നെ മുളച്ച് പോവില്ല. വെയിലില്ലാത്ത ഈ ഒരു സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവും. ഇനി അടുത്തത്, ഇതുപോലെ നിറം മങ്ങിയിട്ടുള്ള ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള പഴയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് പുതുപുത്തനാക്കി എടുക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൽ ഈ ഒരു ഗ്ലാസ്സുകൾ മുങ്ങി നിൽക്കുന്ന അത്രയ്ക്കും വെള്ളം എടുത്തിട്ട് അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പുണ്ടല്ലോ, ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളത്തിനനുസരിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 3-4 ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ വെള്ളം മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കേണ്ട ഗ്ലാസിൻ്റെ ഐറ്റംസ് എന്താണെങ്കിലും ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഓരോ ഗ്ലാസ്സുകളായിട്ട് പൊട്ടാതെ സൂക്ഷിച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. കൈ പൊള്ളാതെയും നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ മുങ്ങി നിൽക്കാനുള്ള വെള്ളം ഇല്ലയെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മുങ്ങി നിൽക്കുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കുക്കർ അടച്ചു വയ്ക്കാം. അപ്പോൾ കുക്കർ ആവുന്ന സമയത്ത് ആ ചൂട് പോവാതെ കുറച്ചധികം സമയം ഈ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കും.
നന്നായിട്ട് കറയുള്ള പാത്രങ്ങളാണെങ്കിൽ ഒരു മണിക്കൂർ സമയമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തുറക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഇത് തുറക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു ക്ലാരിറ്റി ഒക്കെ ഈ ഗ്ലാസ്സിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ ഈ ഗ്ലാസ്സിലെ കറകളൊക്കെ ഇളകിപ്പോരും. അപ്പോൾ എത്ര കറയുള്ള ഗ്ലാസ്സുകൾ നമുക്ക് ഇതേ രീതിയിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല. നല്ല ക്ലീനായിട്ട് ഇതെങ്ങനെയാണോ പുതിയതായിട്ട് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബോർവെല്ലിലെ വെള്ളമൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഇങ്ങനെ എന്താ പറയുക ഗ്ലാസ്സൊക്കെ പെട്ടെന്ന് മങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്